ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു പോർഷനാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനെല്ലാം വളരെയധികം ക്വസ്റ്റ്യൻസ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആവാൻ കാരണം. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. The elements of cost are those elements which constitute the cost of manufacture of product. We can broadly divide these elements of cost into three categories. In a manufacturing organization, we convert raw material into finished product with the help of labor and other services. And these services are material, labor and expenses. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, ഏതൊരു കോസ്റ്റിനെ നമ്മൾ ബേസിക്കായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ മൂന്നായിട്ടാണ് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. അതിൻ്റെ അകത്ത് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, അതുപോലെ എക്സ്പെൻസസ്. ഈ മൂന്നാണ് മെയിനായിട്ട് വരുന്ന എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു ചാർട്ടാണ്, എലമെൻറ്റ് ഓഫ് കോസ്റ്റിൻ്റെ ഒരു ചാർട്ടാണ്. ഈ ചാർട്ട് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്നാണ് ഇതിൻ്റെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത്. ഇതിനെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് മെറ്റീരിയൽ, ലേബർ, അതുപോലെ അതർ എക്സ്പെൻസസ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരാം, അതുപോലെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരാം. അതുപോലെ ലേബർ കോസ്റ്റിൻ്റെ കേസിനകത്ത് വരുന്നത് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വരാം, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് വരാം. അതുപോലെ അതർ എക്സ്പെൻസസിനെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറും വരാം, ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചറും വരാം. ഇനി മൂന്നാമതൊരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചറിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കോമൺ ആയിട്ടൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്, ഓവർ ഹെഡ്. അപ്പോൾ ഓവർ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ഈക്വൽസ് ടു ഓവർ ഹെഡ്. അതാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇനി ഓവർ ഹെഡിനെ ഫർദറായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. പ്രൊഡക്ഷൻ ഓവർ ഹെഡിൻ്റെ മറ്റൊരു പേരാണ് ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ വർക്ക്സ് ഓവർ ഹെഡ്. ഇത് മൂന്നും സെയിം ആണ്. ഇനി അടുത്തായിട്ട് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡാണ്. അതിനുശേഷം വരുന്നത് സെല്ലിംഗ് ഓവർ ഹെഡ്, അതിനുശേഷം വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇത് ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. By grouping of the above element of cost, the following divisions of cost are obtained. ഇനി എലമെൻറ്റ് ഓഫ് കോസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പല കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴും അതുപോലെ പല കാര്യങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴും നമുക്ക് ചില പ്രത്യേക കോസ്റ്റുകൾ കിട്ടും. ഇതെല്ലാം ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കോസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നൊരു കോസ്റ്റാണ് പ്രൈം കോസ്റ്റ്. സോ പ്രൈം കോസ്റ്റ് ഈക്വൽസ് ടു ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. എല്ലാ ഡയറക്റ്റ് കോസ്റ്റിൻ്റെയും കൂടെ സം ടോട്ടലാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡായിട്ട് ഇവിടെ പറയുന്നത് വർക്ക്സ് കോസ്റ്റ് ആണ്. വർക്ക്സ് കോസ്റ്റിൻ്റെ വേറൊരു പേര് എന്ന് പറയുന്നത് ഫാക്ടറി കോസ്റ്റ്, അതുപോലെ വർക്ക്സ് ഓൺ കോസ്റ്റ്. ഇതെല്ലാം അതിൻ്റെ മറ്റൊരു പേരുകളാണ്. ഇതും ചിലപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് ഓൺ കോസ്റ്റ്, അതും അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് ഈക്വൽസ് ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ പ്രൈം കോസ്റ്റ് നമ്മൾ ആദ്യം തന്നെ കണ്ടിരുന്നു എന്താണെന്നുള്ളത്. പ്രൈം കോസ്റ്റ് ഇസ് സം ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ്, ഫാക്ടറി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ്. ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കോസ്റ്റ് കമ്പോണൻറ്റ്സ് ഓർ എലമെൻറ്റ്സ്. ഇനി ഏതൊരു പ്രൊഡക്റ്റോ ഏതൊരു സർവീസോ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് വരാവുന്ന കോസ്റ്റുകളുടെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ വരാം, ഡയറക്റ്റ് ലേബർ വരാം, ഡയറക്റ്റ് എക്സ്പെൻസസ് വരാം, അതുപോലെ ഫാക്ടറി ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ അകത്ത് വരുന്ന കോസ്റ്റിൻ്റെ എലമെൻറ്റ്സ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽ ഇൻഡിക്കേറ്റ് ദ പ്രിൻസിപ്പൽ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. എക്സാമ്പിൾ കോട്ടൺ, ജൂട്ട്, അയൺ ഓർ ആൻഡ് സിലിക്കൺ. ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു പ്രൊഡക്റ്റിനെയും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ ചില പ്രൊഡക്റ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, ചില ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ നമുക്ക് ചില മെറ്റീരിയൽസിൻ്റെ പ്രസൻസ് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ വരുന്ന മെറ്റീരിയൽസിന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങളൊരു ടേബിളോ അല്ലെങ്കിൽ നിങ്ങളൊരു ചെയറോ എടുത്ത് നോക്കുക, വുഡൻ ചെയറോ വുഡൻ ടേബിളും എടുത്ത് നോക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അതിൽ നമുക്ക് മരത്തിൻ്റെ ഒരു പ്രസൻസ് കാണാൻ സാധിക്കും, വുഡിൻ്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന നൈൽസോ അല്ലെങ്കിൽ നൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണി, അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലൂ, ഇതൊന്നും നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രസക്തി അതിൻ്റെ അകത്തുണ്ട്.
ഇങ്ങനെ പറയുന്ന ഐറ്റത്തിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെറ്റീരിയൽസ്. ഇനി അഗൈൻ എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ, എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, അതൊക്കെയാണ് ഇനി ഫർദർ ആയിട്ട് വരുന്ന സ്ലൈഡുകളിൽ വരുന്നത്. എന്നാൽ പോലും ഞാനത് വായിക്കാം. സോ ഡയറക്റ്റ് മെറ്റീരിയൽസ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വിച്ച് ബിക്കം എ മേജർ പാർട്ട് ഓഫ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ദേ ആർ റോ മെറ്റീരിയൽസ് ദാറ്റ് ബിക്കം ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആൻഡ് ആർ കൺവീനിയൻ്റ്ലി ആൻഡ് എക്കണോമിക്കലി ട്രേസബിൾ ഓർ ടു സ്പെസിഫിക് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. Some of the examples of direct materials are raw cotton in textiles, crude oil to make diesel, steel to make automobile bodies, etc. സോ ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനകത്ത് നമുക്ക് ആ മെറ്റീരിയലിൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയും അതുപോലെ ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് ഈ മെറ്റീരിയലും ആയിരിക്കും. അങ്ങനെ വരുന്ന ഒരു മെറ്റീരിയൽസിനാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ക്ലോത്ത് എടുത്ത് നോക്കുവാണെങ്കിൽ, കോട്ടൺ ക്ലോത്ത് എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് റോ കോട്ടൻ്റെ പ്രസൻസ് വളരെയധികം ഉണ്ടായിരിക്കും. ഏകദേശം 90% അതിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാനും സാധിക്കും. അങ്ങനെ വരുന്ന മെറ്റീരിയൽസിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ദീസ് ആർ ദ മെറ്റീരിയൽസ് വിച്ച് ആർ യൂസ്ഡ് ആൻസിലറി ടു മാനുഫാക്ചർ ആൻഡ് കനോട്ട് ബി ട്രേസ്ഡ് ഇൻ ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. These form a part of manufacturing overhead. Examples are glue, thread, nails, consumable stores, printing and stationery materials, etc. അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ അകത്ത് പ്രത്യക്ഷത്തിൽ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് എക്സാമ്പിൾസ് പറഞ്ഞ പോലെ വുഡൻ ചെയറോ അല്ലെങ്കിൽ വുഡൻ ടേബിളോ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഗ്ലൂവിൻ്റെ പ്രസൻസോ നെയിലിൻ്റെ പ്രസൻസോ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു പ്രസക്തി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് ലേബർ എന്ന് പറയുന്നത്. ലേബർ ഇസ് എ ഫിസിക്കൽ ഓർ മെൻ്റൽ എഫേർട്ട് എക്സ്പെൻഡഡ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ ഐറ്റം. It is active factor of production and against material which is passive factor. The cost of labor further divided into direct labor and indirect labor. അപ്പോൾ അടുത്തൊരു കോസ്റ്റാണ് ലേബർ കോസ്റ്റ്. ഇപ്പോൾ ലേബർ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഹ്യൂമൺ ഇൻറ്ററാക്ഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഹ്യൂമൺ എഫേർട്ട് ആവശ്യമാണ്. ഫിസിക്കൽ ഇൻറ്ററാക്ഷൻ ആവാം അല്ലെങ്കിൽ മെൻ്റൽ ഇൻറ്ററാക്ഷൻ ആവാം, ഇത് രണ്ടും ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതിനകത്ത് എത്ര ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എഫേർട്ട് ആവശ്യമാണ്, അതിനെയാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രീവിയസ് എക്സാമ്പിൾസ് പറഞ്ഞ പോലെ തന്നെ വുഡൻ ടേബിളോ അല്ലെങ്കിൽ വുഡൻ ചെയറോ എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു കാർപ്പൻ്ററിൻ്റെ എഫേർട്ടുണ്ട്. ഈ കാർപ്പൻ്ററിൻ്റെ എഫേർട്ട് നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ എഫേർട്ടിൽ നിന്നാണ് റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്നത്. അതിനെ നമുക്ക് ലേബർ കോസ്റ്റ് എന്ന് പറയാം. അതാണ് ലേബർ കോസ്റ്റിൻ്റെ അകത്ത് വരുന്നത്. ഇതിനെ തന്നെ അഗെയിൻ ക്ലാസിഫൈ ചെയ്തൊക്കെയാണ് ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. അപ്പോൾ ഡയറക്റ്റ് ലേബർ എന്ന് പറയുമ്പോൾ ഏതൊരു ഒരാളുടെ മാനുഷികമായിട്ടുള്ള എഫേർട്ട് നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുമ്പോൾ അതിനകത്തൊരു കാർപ്പൻ്ററിൻ്റെ എഫേർട്ട് ഉണ്ടാവും. ഞാൻ പറയുന്നത് ടേബിളിൻ്റെ കേസാണ് അല്ലെങ്കിൽ ചെയറിൻ്റെ കേസാണ്, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ ഡയറക്റ്റ് ലേബർ എന്ന് പറയാം. പക്ഷേ ഇത് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു വെയർ ഹൗസിലായിരിക്കാം. ആ വെയർ ഹൗസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റീനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ സെക്യൂരിറ്റിയും പ്രസക്തമായിട്ടുള്ളൊരു ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനെ നമുക്ക് ഇൻഡയറക്റ്റ് ലേബറായിട്ട് കണക്ക് കൂട്ടാം. ഇനി അഗെയിൻ ഡയറക്റ്റ് ലേബർ എന്താണെന്നാണ്. ഡയറക്റ്റ് ലേബർ ഈസ് ഡിഫൈൻഡ് ആസ് എ ലേബർ അസോസിയേറ്റഡ് വിത്ത് ദ വർക്ക് ഹു ആർ എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഇറ്റ് ഈസ് ദ ലേബർ കോസ്റ്റ് ഓഫ് ദ സ്പെസിഫിക് വർക്ക് പെർഫോംഡ് ഓൺ പ്രൊഡക്ട്സ് ദാറ്റ് ഈസ് കൺവീനിയൻ്റ്ലി ആൻഡ് എക്കണോമിക്കലി ട്രേസബിൾ ടു ദ പ്രൊഡക്ട്സ്. Direct labor is expended directly upon the materials comprising the finished product. Examples are labor of machine operators and assemblers. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഡയറക്റ്റ് ലേബർ എന്നുള്ളത്. ഒരു മെഷീൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു മെഷീൻ അസംബിൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അസംബിൾ ചെയ്യുന്ന ആൾക്കാർ, ഇവരുടെ എഫേർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബറായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇനി ഇൻഡയറക്റ്റ് ലേബർ, this include wages paid for all labor which is not directly engaged in changing the shape of or composition of raw material. It can be traced directly to the product. It cannot be directly identified in the product. Like indirect material, indirect labor forms a part of manufacturing overhead. Examples are indirect labor cost of wages paid to foremen, supervisors, storekeepers, timekeepers, salary of office executives and commission payable to sales. അപ്പോൾ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലേബറിൻ്റെ എഫേർട്ട് നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ അവരുടെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഹ്യൂമൺ എഫേർട്ട് ആവശ്യമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ് പ്രൊഡക്റ്റിന്. അങ്ങനെ വരുന്ന കേസുകളാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഇവിടുത്തെ എക്സാമ്പിളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വേജ് പെയ്ഡ് ടു ഫോർമൻ എന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പർവൈസർ ആകാം, സൂപ്പർവൈസർ കാറ്റഗറി വരുന്ന ഒരാളാണ് ഫോർമൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സൂപ്പർവൈസറിൻ്റെ ഒരു ഒബ്സർവേഷനിൽ കൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനകത്ത് നമ്മൾ അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റോർ കീപ്പർ, ടൈം കീപ്പർ, ഇവരെല്ലാം ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെയും കൂടെ നമ്മൾ ഡയറക്റ്റ് ലേബറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവർ ഇൻഡയറക്റ്റ് ലേബർ കാറ്റഗറിയിൽ വന്നിരിക്കുന്നത്. ഇനി എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് ആർ എമൗണ്ട്സ് പെയ്ഡ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് പർച്ചേസ്ഡ്. ദേ ക്യാൻ എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു ദ കോർ ബിസിനസ് ഓപ്പറേഷൻ. Type of an expenses and timing at which it is incurred by the business frames the key point of difference between direct and indirect expenditure. സോ എക്സ്പെൻസസിൻ്റെ അഗെയിൻ ക്ലാസിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസും അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും. സോ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെൻസസ് ഇൻകർ ചെയ്യുകയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, അതിനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രീവിയസ് എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ടേബിളോ ചെയറോ അതിന് വേണ്ടിയിട്ടുള്ള മരം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വുഡ് നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ട്രാവൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറാണ്. നമ്മൾ ആ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻഡിച്ചർ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ആ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറും കൂടെ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്ത് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. സോ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റായിട്ട് വരാത്തൊരു എക്സ്പെൻഡിച്ചറിനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് വരുന്ന സ്ലൈഡുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. Direct expenses. Direct expenses include any expenditure often that direct material and direct labor directly incurred on specific cost unit, that is product or job. Such special necessary expenses can be identified with the cost units and are charged directly to the product as part of the prime cost. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ ഡയറക്റ്റ് ആയിട്ട് വരികയാണ്, നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ വരുന്ന ഒരു എക്സ്പെൻഡിച്ചറിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ പ്രൈം കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കാൽക്കുലേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ലേഔട്ട്, ഡിസൈനിങ് ഓർ ഡ്രോയിങ്, then hire of tools or equipments for particular production or product, then maintenance cost of such equipments. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ദ കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ലേഔട്ട്, ഡിസൈനിങ് ഓർ ഡ്രോയിങ്. നമുക്കറിയാം ഒരു ഫാക്ടറി രൂപപ്പെടുത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിസൈനിങ് ആവശ്യമാണ്, ലേഔട്ട് ആവശ്യമാണ്, അതിന് ഡ്രോയിങ് ആവശ്യമാണ്. ഇതെല്ലാം ചെയ്യുന്നത് എക്സ്പേർട്സ് അല്ലെങ്കിൽ ഇതിന് സ്കില്ലുള്ള ആൾക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആർക്കിടെക്റ്റുകളായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ലേഔട്ട് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പെൻഡിച്ചർ, അവരത് ഡ്രോ ചെയ്യുന്നതിന് വരുന്ന എക്സ്പെൻഡിച്ചർ, ഇതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഫാക്ടറി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫാക്ടറി ബിൽഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഹയർ ഓഫ് ടൂൾസ് ഓർ എക്യുപ്മെൻറ്റ്സ് ഓർ പർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഓർ പ്രൊഡക്റ്റ്. ഇനി ചില വേളകളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് എക്യുപ്മെൻറ്റ്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഹയറായിട്ട് അല്ലെങ്കിൽ നമുക്ക് വാടകയ്ക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുന്ന കോസ്റ്റുകൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്ക് കൂട്ടുന്നു. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മൈനിങ് ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതിനോ മെഷീൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ മെഷീൻസ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻസാണ്. ഈ മെഷീൻസ് നമുക്ക് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ലീസിനെടുക്കും അല്ലെങ്കിൽ നമ്മൾ ഹയർ പർച്ചേസിലെടുക്കും. ഹയർ പർച്ചേസിലെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ലോങ് ടൈമിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന എക്സ്പെൻഡിച്ചർ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇനി അടുത്ത് പറയുന്നത് മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് സച്ച് എക്യുപ്മെൻറ്റ്സ്. ഇനി അങ്ങനെ ഹയർ ടൂൾസ് അല്ലെങ്കിൽ ഹയർ ഓഫ് ടൂൾസ് ഓർ എക്യുപ്മെൻറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വരുമ്പോൾ അതിന് ഡിപ്രീസിയേഷൻസ് വരാം അല്ലെങ്കിൽ അതിന് റിപ്പയേഴ്സ് വരാം. ഇങ്ങനത്തെ കോസ്റ്റുകൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. സോ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദോസ് ഇൻകേർഡ് ഫോർ എ ബിസിനസ് ആസ് എ ഹോൾ റാദർ ദാൻ എ പർട്ടിക്കുലർ ജോബ് ഓർ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു ബിസിനസ്സിന് കോമൺ ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറാണ്, അല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോബിനോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനോ മാത്രം വരുന്ന എക്സ്പെൻഡിച്ചർ ആയിരിക്കില്ല ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. അതുകൊണ്ടാണ് ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾസ് സച്ച് ആസ് എക്സ്പെൻസസ് ആർ റെൻറ്റ്, ലൈറ്റിംഗ്, ഇൻഷുറൻസ് ചാർജസ് എക്സെട്ര. സോ ലൈറ്റിംഗ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു ഫാക്ടറിയിലെ ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഫാക്ടറിയുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ വേറെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാകും. ഇതിൻ്റെ എല്ലാം ലൈറ്റിങ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ റെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇൻഷുറൻസ് ചാർജസ്,
ഇതെല്ലാം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചറാണ്. ഇതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലേക്ക് അലോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അതിന് ചില പ്രത്യേക മെക്കാനിസംസ് ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓവർ ഹെഡ് ആണ്. ഓവർ ഹെഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇതിൻ്റെ ഒരു ടോട്ടലാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. So overhead may be defined as the aggregate of indirect material, indirect labor and indirect expenses. Thus all indirect costs are overhead. These cannot be associated directly with a specific product. Hence, the amount of overhead has to be allocated and apportioned to product and services on some reasonable basis. The synonym term is a burden. Overheads may be subdivided into the following groups. അതായത് ഓവർഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് അഗ്രഗേറ്റ് ആണ്, അല്ലെങ്കിൽ സം ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ബേർഡൻ. ഓവർഹെഡിൻ്റെ വേറൊരു പേരാണ് ബേർഡൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. ഇനി ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ആ ചാർട്ടിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടിരുന്നു. ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇനി എന്താണ് ഫാക്ടറി ഓവർഹെഡ്? സോ ഫാക്ടറി ഓവർഹെഡ്, ഓൾസോ കോൾഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ഓർ ഫാക്ടറി ബേർഡൻ, മേ ബി ഡിഫൈൻഡ് ആസ് ദി കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ വിത്ത് റിഗാർഡ് ടു ഫാക്ടറി പ്രോസസ്. അപ്പോൾ ഏതൊരു കമ്പനിയുടെയും ഫാക്ടറി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചറിനെയാണ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഐറ്റംസ് ആർ ലൂബ്രിക്കൻസ്, കോട്ടൺ വേസ്റ്റ് ആൻഡ് ഹാൻഡ് ടൂൾസ്, വർക്ക് സ്റ്റേഷനറി എക്സെട്ര. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഫാക്ടറി ഓവർഹെഡിനകത്ത് വരുന്നത്. അപ്പോൾ ഏതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചറും ഫാക്ടറി റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫാക്ടറി ഓവർഹെഡ്. ഇതിൻ്റെ വേറൊരു പേരാണ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫാക്ടറി ബേർഡൻ. ഇനി അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് പ്ലാനിംഗ്, കൺട്രോളിംഗ് ദ ജനറൽ പോളിസീസ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്. Administrative overhead is those costs not involved in the development or production of goods or services. Examples of administrative overhead costs are the cost of front office and sales salaries, wages and commission, office supplies, outside legal and audit fee, administration and sales office lease, administration and sales utilities, administration and sales telephones, administration and sales travel and entertainment. സോ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ വിത്ത് റിഗാർഡ് ടു അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ്, അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഇൻക്ലൂഡ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആൻഡ് ദി ജനറൽ പോളിസീസ് ആൻഡ് ഓപ്പറേഷൻ ഇൻ ദ ബിസിനസ്. അപ്പോൾ ഒരു കമ്പനിയിലെ ഏതെങ്കിലും ഒരു പോളിസി ഫ്രെയിം ചെയ്യുന്നു, ആ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വരുന്ന കോസ്റ്റിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 3 ലെയറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്: ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ബോട്ടം ലെവൽ. സോ ടോപ്പ് ലെവൽ ഓരോ പ്ലാൻസ് ആൻഡ് പോളിസീസ് അവർ ഡിസൈഡ് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ജോബാണ് തേർഡ് ലെവൽ അല്ലെങ്കിൽ ബോട്ടം ലെവലിനുള്ളത്. അപ്പോൾ ഈ ഓരോ ലെവലിൽ നിന്നും ഈ പോളിസീസോ പ്ലാൻസോ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റുകൾ വരാറുണ്ട്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, അതുപോലെ പോസ്റ്റൽ ഫീസ്, അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ഫീസ്, അങ്ങനെ ഒത്തിരി കോസ്റ്റുകൾ വരാറുണ്ട്. ഇങ്ങനത്തെ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചറിന് പറയുന്ന പേരാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഇനി അടുത്ത സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഈസ് ഓൾസോ നോൺ ആസ് മാർക്കറ്റിംഗ് ഓർ സെല്ലിംഗ് ഓവർഹെഡ്. Distribution expenses usually begins with the factory cost end. Such expenses are generally incurred when the product is in saleable condition. It covers the cost of making sales and delivering dispatching product. The cost include advertising, salesman salaries and commissions, packaging, storage, transportation and sales administration cost. സോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് നമ്മൾ ഓഫൺ കേട്ടിട്ടുള്ള ഒരു ടേമാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്നവരെയുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ ഓൾറെഡി കണ്ടു. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയതിനു ശേഷം എങ്ങനെയാണ് പ്രൊഡക്റ്റ് ആക്ച്വൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തുന്നത്, അപ്പോൾ അതിന് വരുന്ന ഒത്തിരി കോസ്റ്റുകളുണ്ട്. പാക്കേജിങ് കോസ്റ്റ് വരാം, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വരാം, സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വരുന്ന കോസ്റ്റ് വരാം. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ എക്സ്പെൻഡിച്ചറിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ സെയിൽസ് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റ്, ലൈക്ക് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, പേഴ്സണൽ സെല്ലിംഗ്,
ഇങ്ങനെയൊക്കെ വരുന്ന എക്സ്പെൻഡിച്ചറിനാണ് സെയിൽസ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ അൾട്ടിമേറ്റ് ആയിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കേണ്ടത്, അതിന് നമുക്ക് ലോജിസ്റ്റിക്സ് പര്യാപ്തമാക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ നമ്മൾ സപ്ലൈ ചെയിൻ അതുപോലെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്നാണ് കോമൺ ആയിട്ട് പറയാറ്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷനാണ്, നമ്മൾ ഇതിനു മുമ്പുള്ള ചാർട്ടിലോ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ പോലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന വേറൊരു കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ്. സോ ഫിക്സഡ് കോസ്റ്റ് ഇസ് ദ കോസ്റ്റ് വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ഇൻ ടോട്ടൽ ഫോർ എ ഗിവൺ ടൈം പീരീഡ് ഡെസ്പൈറ്റ് വൈഡ് ഫ്ലക്ച്വേഷൻ ഇൻ ഔട്ട്പുട്ട് ഓർ വോളിയം ഓർ ആക്ടിവിറ്റി. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ നോട്ട് ചേഞ്ച് അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ലെവൽ ഓഫ് ആക്ടിവിറ്റി മാറുന്നതിനോടൊപ്പം തന്നെ കോസ്റ്റിന് മാറ്റം വരുന്നില്ലെങ്കിൽ അങ്ങനത്തെ കോസ്റ്റിന് പറയുന്ന പേരാണ് ഫിക്സഡ് കോസ്റ്റ്. ഇറ്റ് റിമെയിൻസ് ഫിക്സഡ്, ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. അങ്ങനത്തെ കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റെൻറ്റ്, പ്രോപ്പർട്ടി ടാക്സസ്, സൂപ്പർവൈസിങ് സാലറി, ഡിപ്രീസിയേഷൻ ഓൺ ഓഫീസ് ഫെസിലിറ്റീസ്, അഡ്വർടൈസിങ്, ഇൻഷുറൻസ് എക്സെട്ര. സോ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോസ്റ്റ് ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി അനുസരിച്ച് മാറുന്നതായിരിക്കത്തില്ല. ഇപ്പോൾ നമുക്ക് റെൻറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു റൂം ഒക്യുപ്പൈ ചെയ്താലും ഒക്യുപ്പൈ ചെയ്തില്ലെങ്കിലും ആ റെൻറ്റ് നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. അത് ഫിക്സഡ് കോസ്റ്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് യൂസുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകുന്നതായിരിക്കത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു ഫാക്ടറി പ്രിമൈസസ് നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫാക്ടറി പ്രിമൈസസിൽ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ ആ റെൻറ്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ടാക്സസ് എന്ന് പറയുന്ന ഫിക്സഡ് കോസ്റ്റാണ്. അത് നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ. നമ്മളത് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ടാക്സായി കൊടുത്തേ മതിയാവുള്ളൂ. അതുപോലെ സൂപ്പർവൈസർ സാലറി. സോ പ്രൊഡക്ഷൻ ചില സീസണിലെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, ചില സീസണിലെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. പക്ഷേ എന്ന് കരുതി സൂപ്പർവൈസറിൻ്റെ സാലറിക്ക് ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. സൂപ്പർവൈസറിൻ്റെ സാലറി റിമെയിൻസ് ഫിക്സഡ്. അപ്പോൾ ഇങ്ങനത്തെ കോസ്റ്റുകളെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ദാറ്റ് വേരി ഡയറക്ട്ലി ആൻഡ് പ്രൊപ്പോർഷനേറ്റ്ലി വിത്ത് ദ ഔട്ട്പുട്ട്. There is a constant ratio between change in cost and change in level of output. So direct material cost and direct labor cost are the costs which are generally variable cost. സോ ഫിക്സഡ് കോസ്റ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഇഫ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസസ് ഓട്ടോമാറ്റിക്കലി ദ വേരിയബിൾ കോസ്റ്റ് വിൽ ഓൾസോ ഇൻക്രീസ്. സോ ആൻഡ് വൈസ് വേഴ്സ. ഇതാണ് ആ വേരിയബിൾ കോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇറ്റ് വിൽ വേരി അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. ഈ 1000-ന് ശേഷം 1500 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എക്സ്ട്രാ 500 പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് ഡയറക്റ്റ് വേരിയബിൾ കോസ്റ്റാണ്. അതിന് നമുക്ക് കൂടുതൽ മെറ്റീരിയൽ ആവശ്യമാണ്. അപ്പോൾ ആ എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ആ ഒരു ഇതിന് നമുക്ക് എക്സ്ട്രാ മെറ്റീരിയൽ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നു. ഇതാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഇനി ഫിക്സഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും ഒരു മിക്സാണ്. അതിനെയാണ് സെമി ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എ സെമി ഫിക്സഡ് കോസ്റ്റ് ഇസ് എ കോസ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ എലമെൻറ്റ്സ്. ആസ് എ റിസൾട്ട് ദ മിനിമം കോസ്റ്റ് ലെവൽ ദാറ്റ് വിൽ ബി experienced is greater than zero. Once a certain activity level is surpassed, the cost will begin to increase beyond the base level since the variable component of the cost has been triggered. Example, telephone bill, internet charge, commission, overtime, etc. So semi-fixed cost അല്ലെങ്കിൽ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എ certain portion will be fixed and certain portion will be variable. അങ്ങനത്തെ കോസ്റ്റിനെയാണ് സെമി ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ വേരിയബിൾ കോസ്റ്റിൻ്റെ ഫീച്ചേഴ്സും ഇതിനുണ്ടായിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ടെലിഫോൺ ബില്ല് നമുക്കൊക്കെ അറിയാം. ടെലിഫോൺ ബില്ല് ഇപ്പോൾ BSNLൻ്റെ ടെലിഫോൺ സർവീസിൻ്റെ അത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫിക്സഡ് ചാർജ് ഉണ്ട്. നമ്മൾ ടെലിഫോൺ കോളുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ആ ഫിക്സഡ് എമൗണ്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമ്മൾ ആ ഫിക്സഡ് കോസ്റ്റ് 220 റുപ്പീസ് ആണെങ്കിൽ അതിനുശേഷം വരുന്ന എക്സ്ട്രാ ആ 220 പാക്കേജിൽ നമുക്ക് ഇത്ര കോളുകൾ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കാം. അതിന് മുകളിലായിട്ട് ഇപ്പോൾ എപ്പോഴാണോ നമ്മൾ ആ 220 പാക്കേജ് ക്രോസ് ചെയ്യുന്നത് അതിനുശേഷം വരുന്ന ഓരോ കോളിനും അല്ലെങ്കിൽ ഓരോ ഇൻകമിങ് ആയാലും ഔട്ട് ഗോയിങ് ആയാലും അതിന് നമ്മളൊരു സർട്ടൻ എമൗണ്ട് ഓഫ് മണി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വേരിയബിൾ ആണ്. അപ്പോൾ സർട്ടൻ പോർഷൻ ഫിക്സ്ഡ് ആണ്, സർട്ടൻ പോർഷൻ വേരിയബിൾ ആണ്. അങ്ങനത്തെ കോസ്റ്റിനെയാണ്
സെമി ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെല്ലാം ഫെമിലിയർ ആയിരിക്കും ഇൻ്റർനെറ്റ് ചാർജസ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ചാർജസ് നമുക്ക് എന്താണ് ഫ്രീ ഡേറ്റ ഉണ്ടായിരിക്കാം, 2 GB വരെ ഫ്രീ ഡേറ്റ ആയിരിക്കാം. ആ ഫ്രീ ഡേറ്റയ്ക്ക് ശേഷം നമ്മൾ എക്സ്ട്രാ ഡേറ്റ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സെർട്ടൻ പോർഷൻ ഫിക്സ്ഡ് ആണ്, സെർട്ടൻ പോർഷൻ വേരിയബിൾ ആണ്. പിന്നീടുള്ള ഒരു എക്സാമ്പിളാണ് ഇലക്ട്രിസിറ്റി ചാർജസ്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് സെമി ഫിക്സഡ് അല്ലെങ്കിൽ സെമി വേരിയബിൾ കോസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊരു ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റും അതുപോലെ സെമി വേരിയബിൾ കോസ്റ്റും. സോ ഇവിടെ നമ്മൾ ഇതിനെ ഇതൊരു കമ്പാരിസൺ ആണ്. അതുപോലെ ഇതിനെ ബേസിസ് എന്ന് പറയുന്നത് കോസ്റ്റും അതുപോലെ വാല്യൂ ഓഫ് ഔട്ട്പുട്ടുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ലെഫ്റ്റ് സൈഡിൽ കോസ്റ്റും അതുപോലെ ബോട്ടം സൈഡിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ടുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ അത് നോക്കുമ്പോഴത്തേക്കും ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് 0 ആണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ചെയ്യും, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് 100 ആണെങ്കിലും ആവും, എത്രയാണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ്. ആൻഡ് വേരിയബിൾ കോസ്റ്റ് നോക്കുവാണെങ്കിൽ 0 ആണ്. ഇപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് നില്ലായിരിക്കും. പക്ഷേ അതിനനുസരിച്ച് എപ്പോഴാണോ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സെമി വേരിയബിൾ കോസ്റ്റ്, മൂന്നാമത്തത് റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാമത്തേലേക്ക് നോക്കുമ്പോഴത്തേക്കും സെമി വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ അതും നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരു സർട്ടൻ പോർഷൻ ഫിക്സഡ് ആണ്. ആ ഫിക്സഡ് ആണ് ആ ഒരു ലൈൻ ഡാഷ് ആയിട്ടിരിക്കുന്ന ഒരു ലൈൻ പോയേക്കുന്നത്. ആ പോർഷൻ ഫിക്സഡ് ആണ്. ആ പോർഷൻ എബവ് വരുന്നത് വേരിയബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഒരു കോമ്പിനേഷനാണ്. ഫിക്സഡ് കോസ്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് സെമി വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ സെമി ഫിക്സഡ് കോസ്റ്റ്. ഇനി അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഷീറ്റാണ്. കോസ്റ്റ് ഷീറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് ചിലപ്പോൾ പ്രോബ്ലമായിട്ടോ ചിലപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതും കൂടെ ഈ ഒരു പോർഷനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഒരു പ്രൊഫോമ എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കോസ്റ്റ് ഷീറ്റിൻ്റെ അകത്ത് ആദ്യം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. നിങ്ങളെല്ലാവരും തന്നെ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാൽക്കുലേഷൻ ഇതൊരു നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയലാണ്. ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതിനുശേഷം ക്യാരേജ് ഇൻവേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ ആഡ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് മൂന്ന് ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എമൗണ്ടാണ് ഈ കാണിച്ചേക്കുന്നത്. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലുണ്ടായിരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മെറ്റീരിയൽ. അതിനുശേഷം നമ്മുടെ മെറ്റീരിയൽ റിട്ടേൺഡ്, ഇപ്പോൾ എന്തെങ്കിലും റിട്ടേൺ ഉണ്ടെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് റിട്ടേൺ ചെയ്യണം, അതും നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ മൂന്ന് ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് ക്യാരേജ് ഇൻവേർഡ്. അപ്പോൾ നമുക്കൊരു ടോട്ടൽ എമൗണ്ട് കിട്ടി. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും അതുപോലെ മെറ്റീരിയൽ റിട്ടേൺഡും ഇത് രണ്ടും കൂടി ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കുന്നത്. അതാണ് ഫസ്റ്റത്തെ കാൽക്കുലേഷൻ. ഇനി അതിലൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് വേറെ രീതി പറയുകയാണെങ്കിൽ ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഇത്രയും ഡയറക്റ്റ് മെറ്റീരിയലാണ് നമ്മൾ കൺസ്യൂം ചെയ്തത്. ഇനി അതിലൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ലേബർ. സോ നമ്മൾ ഡയറക്റ്റ് ലേബർ എന്താണെന്ന് ഓൾറെഡി കണ്ടു. ഒരു ലേബറിൻ്റെ എഫേർട്ട് നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനകത്ത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്തു. അതിനുശേഷം ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, ഏതെങ്കിലും എക്സ്പെൻഡിച്ചർ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ അകത്തോ ഇതൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. സോ പ്രൈം കോസ്റ്റിൻ്റെ കാൽക്കുലേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിനുശേഷം അതിലൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ഫാക്ടറി അല്ലെങ്കിൽ വർക്ക്സ് എക്സ്പെൻസസ് അല്ലെങ്കിൽ വർക്ക്സ് ഓൺ കോസ്റ്റ്. ഇപ്പോൾ ഫാക്ടറി നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ പ്രൈം കോസ്റ്റിനൂടെ ആഡ് ചെയ്യുന്നു. അതാണ് അടുത്തൊരു ഇത് കാണിച്ചേക്കുന്നത്. അതിനുശേഷം അതിൻ്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. സോ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്തിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് ആകുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ് കൺവേർട്ട് ചെയ്തിട്ടാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്നത്. അപ്പോൾ ഇവിടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫാക്ടറി ഓവർഹെഡിനോടൊപ്പം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുന്നു. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, സെയിൽ ഓഫ് സാൽവേജ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ
സ്ക്രാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ ആ സാൽവേജ് വാല്യൂയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് കൺസിഡർ ചെയ്യണം. അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, വർക്ക്സ് ഓൺ കോസ്റ്റ് ഇങ്ങനെയും പറയാറുണ്ട്. ഈ മൂന്നും നമ്മൾ പറയാറുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു കാൽക്കുലേഷനായിട്ട് കിട്ടും. ഇനി അതിനൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്. സോ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫീസും അഡ്മിനിസ്ട്രേഷനും റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചറാണ്. അതിനെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ചെയ്തു. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതെല്ലാം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്തു, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്റ്റ് ചെയ്യുന്നു. ആ ഡിഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക, അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോടൊപ്പം നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എന്തൊക്കെയാണെന്നുള്ളത്, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ്. ഇതാണ് ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ്. ഇത്രയും കോസ്റ്റാണ് നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൽ വരുന്നത്. അതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യുന്നു. സോ ബേസിക്കലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിച്ചതിന് ശേഷം പ്രോഫിറ്റ് ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സെയിൽസ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് കിട്ടി, അതുപോലെ സെയിൽസ് നമ്മളവിടെ കൊടുക്കുന്നു. അതിൻ്റെ ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയ്ക്കുമ്പോഴത്തേക്കും പോസിറ്റീവ് ഫിഗറാണ് കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാം. നെഗറ്റീവ് ഫിഗറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ലോസ് എന്ന് പറയാം. ഇതാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻസ് ചോദിക്കാം. എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, അല്ലെങ്കിൽ എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ഇത് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെ ഐറ്റംസ് ആണ് ഓരോ സബ് ഹെഡിങ്ങിൽ വരുന്നത്. ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിൻ്റെ അകത്ത് എന്തൊക്കെ വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനോടൊപ്പം നമ്മൾ കോസ്റ്റ് ഷീറ്റും കൂടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.